നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിച്ചത് കണ്ടില്ലെന്ന് പറഞ്ഞ പോലീസ് റിപ്പോർട്ട് മാത്രമല്ല, അങ്ങനെ തലയടിച്ച് പൊട്ടിക്കുന്നത് രക്ഷാപ്രവർത്തനമെന്നും തലയടിച്ച് പൊട്ടിക്കുന്ന രക്ഷാപ്രവർത്തനം തുടരണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കൂടി കേരളം ഭരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നിയമസഭ കേരളത്തിലെ പൊതുസമൂഹം ലോകം മുഴുവൻ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടിച്ചു പൊട്ടിച്ചതിന് ശേഷം ശിവൻകുട്ടിയെ പോലുള്ള ആളുകൾ അടിവസ്ത്ര പ്രദർശനം നടത്തിയ ഒരു സമരം നടത്തിയില്ലേ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത്? എന്നിട്ട് ഇവർ പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന്? അപ്പോൾ ഒരു നാണവും മാനവും ഇല്ലാതെ ഇത് ന്യായീകരിക്കുന്നത് വലിയ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ മേയറുടെ കാര്യവും അതുപോലെ പി ദിവ്യയെ പോലുള്ള ആളുകൾ നടത്തിയത് വലിയ പോരാട്ടമാണെന്നൊക്കെ ഇവർ പറഞ്ഞ് ന്യായീകരിച്ചത്. പിടിക്കപ്പെടുന്നവരെങ്കിലും ന്യായീകരിക്കും, പിടിക്കപ്പെട്ടാലും ന്യായീകരിക്കും. അതിന് നല്ല ഭാഷ ഉപയോഗിക്കാൻ അറിയാവുന്ന കുറച്ച് ആളുകളെ ചാനലിൽ ന്യായീകരിക്കാൻ വിടും. ബാക്കിയുള്ള ആളുകൾ ഓണാട്ടുകാര ഭാഷ മറ്റാളുകളെ പാർട്ടി സഖാക്കന്മാരെ പറഞ്ഞു പഠിപ്പിക്കും. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ടാണ് സജി ചെറിയാൻ അന്ന് രാജിവെച്ചത്? അന്ന് രാജിവെച്ചത് ധാർമ്മികതയുടെ പേരിലാണല്ലോ. അന്ന് രാജിവെച്ചിട്ട് തിരിച്ചെടുത്തത് എങ്ങനെയാണ് മന്ത്രിസഭയിലേക്ക്? ഒരു കോടതിയുടെ അന്നത്തെ ഒരു നിർദ്ദേശത്തിനെ തുടർന്ന്, ഒരു നിരീക്ഷണത്തെ തുടർന്ന്, റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് വേണ്ടത്ര അതായത് ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ട് വേണ്ടത്ര പരിശോധന നടത്താതെ മന്ത്രിക്ക് അനുകൂലമായിട്ട് അന്നത്തെ MLA സജി ചെറിയാൻ അനുകൂലമായിട്ട് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടിന്റെ പുറത്താണ് തിരിച്ചെടുക്കുന്നത് അദ്ദേഹത്തെ. ഇന്ന് അതാണോ സാഹചര്യം? ഇന്ന് അതിനേക്കാൾ ഹയർ കോർട്ടിൽ നിന്നൊരു വിധി വരുന്നു, സജി ചെറിയാനെതിരെ ഇന്റഗ്രിറ്റി ഉള്ളൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ മുൻപത്തെ റിപ്പോർട്ട് ഇന്റഗ്രിറ്റി ഇല്ലാത്ത ആൾ കൊടുത്താണെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഹസ്കർ പറഞ്ഞത് കണ്ടവരും കേട്ടവരെന്ന്. ഒരാൾ ഓൺലൈനിൽ ലൈവായിട്ട് ഫേസ്ബുക്ക് ലൈവ് ഓൺ ചെയ്തിട്ട് ഒരു കൊലപാതകം നടത്തുകയാണെങ്കിൽ ചുറ്റും നിന്ന് ആരും കാണാനില്ല. പക്ഷെ അത് കണ്ടവരും കേട്ടവരും. ഇന്നത്തെ കാലം ഏതാ? ഓൺലൈനിൽ കാണുന്നവനും കേൾക്കുന്നവനും എന്താ കാതും കണ്ണുമില്ലേ? നിങ്ങൾ ഏത് ലോകത്താ? നിങ്ങളുടെ പാർട്ടി സഖാക്കന്മാർക്ക് നടത്തിയ ക്ലാസ് ആണെങ്കിൽ ലൈവ് കൊടുക്കാൻ പാടില്ല, മാധ്യമങ്ങളുടെ മുമ്പിലല്ല അത് നടത്തേണ്ടത്. ഇനി അതിനപ്പുറത്ത് പറഞ്ഞാൽ CPM-ന്റെ പ്രവർത്തകർക്ക് സജി ചെറിയാൻ എന്ന് പറഞ്ഞ ഓണാട്ടുകാര ഭാഷക്കാരൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഭരണഘടനയിലെ മതേതരത്വവും ജനാധിപത്യവും കുന്തവും കുടച്ചക്രമാണ്, ബ്രിട്ടീഷുകാർ പറഞ്ഞത് കേട്ട് ഈ രാജ്യത്തെ ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് എന്ന് സഖാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് CPM-ന്റെ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളും സംഘപരിവാറിന്റെ ശാഖയും തമ്മിൽ എന്താ വ്യത്യാസം? സംഘപരിവാറുകാർ ഈ രാജ്യത്തെ ഭരണഘടന മാറ്റി എഴുതണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെതിരെ ഒന്നിച്ച് പോരാടിയില്ലേ ഇന്ത്യ മുന്നണിയുടെ പേരിൽ? ഈ രാജ്യത്തെ ജനങ്ങളുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രതിരോധ കവചത്തിന്റെ പേരായിരുന്നു ഇന്ത്യൻ ഭരണഘടന. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ MP-മാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയത് ഭരണഘടനയുടെ മിനിയേച്ചർ ഫോമുമായിട്ടല്ലേ? നരേന്ദ്രമോദി ഭരണഘടന കേരളത്തിലെ CPM ഉൾപ്പെടെ രോമാഞ്ചം ഉണ്ടായില്ലേ? അല്ല മാധു, അവർക്ക് പുറംചട്ടയൊക്കെ മറ്റേ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ മതി. ഈ 26-ാം തീയതി ഭരണഘടനാ ദിനമാണ്. ഈ നവംബർ 26-ാം തീയതി കേരളത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ ദിനം ആചരിക്കും. ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്ന സംഘപരിവാർ ശ്രമങ്ങളെ ഞങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടത്തും. നിങ്ങൾ എന്ത് നിലപാടെടുക്കും? നിങ്ങൾ സജി ചെറിയാനെ കൊണ്ട് സംസ്ഥാനത്തെ ഉദ്ഘാടനം നടത്തിക്കോ? ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണ്, കൊള്ളക്കാർക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയതാണെന്ന് നിങ്ങൾ പറയോ? നിങ്ങൾ CPM-ന്റെ നിലപാട് എന്തായിരിക്കും ഈ വിഷയത്തിൽ? ഒരു നാണവും ഉളുപ്പും വേണ്ടേ? പറ്റിപ്പോയത് ഏറ്റു പറഞ്ഞ് മാപ്പ് പറയാനുള്ള ഒരു മര്യാദയെങ്കിലും വേണ്ടേ? അതുപോലും ഇല്ലാതെ വീണ്ടും അദ്ദേഹത്തെ ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവർ പറയുന്ന പോയിന്റ് എന്താ? ഇന്ന് ഞാൻ ഒരു ചാനലിൽ കണ്ടതാ, സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള ex-MP ഒക്കെ ന്യായീകരിക്കുകയാണ്. ഒരാൾ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ എന്തിനാ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമെന്ന്. ആദ്യം രാജിവെച്ചിട്ട് തിരിച്ചു വന്നത് അദ്ദേഹം കുറുക്ക് വഴിയിലൂടെ തിരിച്ചു വന്നയാള് ധാർമ്മികതയുടെ പേരിൽ ഇന്നും രാജിവെക്കണം. ധാർമ്മികത മഴക്കാര് കാണുമ്പോൾ മാറാനുള്ളതല്ലോ. ധാർമ്മികത സ്വജനപക്ഷപാതത്തിലൂടെ തിരിച്ചു പിടിക്കേണ്ടതല്ലോ. അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്ന ഭരണഘടനയാണ് അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത്, അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കുന്നത്, അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഭരണഘടന ഒരു കാര്യം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ധാർമ്മികത ഉണ്ടാവണം എന്നുള്ളതാണ്. അതില്ലെങ്കിൽ പ്രശ്നമില്ല, ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമെന്ന് ആരും പറയുകയുമില്ല.